ചേട്ടാ ഷർട്ടിന്റെ ചുളിപ്പ് മാറിയില്ലേ? അത് ഈ ബാഗ് ഇട്ടോണ്ട് പോകണേ. ഏട്ടാ ഏട്ടൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണോ? സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാൻ. നീ തന്നെ അങ്ങോട്ട് പോയോണ്ടാ മതി. ഒരു പാക്കറ്റ് കടുവ് എടുക്കണമെങ്കിൽ നീ അവിടെ ഉള്ള എല്ലാ സാധനങ്ങളും ഇളക്കി മറിച്ചിടും. അവിടെ നീ തന്നെ പോയി എടുത്തോണ്ടാ മതി. നീ കൂട്ടിന് വേണമെങ്കിൽ മോളെ കൂടെ വിളിച്ചോ. ആ ബെസ്റ്റ്. അവളെ ഏട്ടന്റെ തല്ലിപ്പകർപ്പ. എന്താ ആരീ വരുന്നത്? എന്നൊക്കെ കടയിൽ പോകുന്ന കൂട്ടത്തിയല്ല. അമ്മ എന്ത് രാവിലെ തന്നെ വൈകുന്നേരം വരുള്ളൂ എന്നല്ല പറഞ്ഞേ? ഒന്നും പറയണ്ട മക്കളെ. ഇന്നലെ അവൻ കുടിച്ചിട്ട് വന്ന് എന്തോ ഒരു ബഹളമായിരുന്നെന്ന് അറിയാമോ? ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞെന്നറിയാമോ? ഈ അളിയൻ എന്ത് ഇങ്ങനെ ആയി പോയത്? നല്ല തല്ലിന്റെ കുറവാ, അല്ലാണ്ട് എന്താണ്? അപ്പൊ നാത്തൂനൊന്നും പറയാറില്ലേ? അവളെന്ത് പറയാനാ? അവളിതെല്ലാം കണ്ടു നോക്കി നിൽക്കും. ഒരക്ഷരം മിണ്ടത്തില്ല. ഞാൻ ഇറങ്ങട്ടെ. അമ്മ വാ. അമ്മയുടെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലേ? ഈ ശ്വാസം മുട്ടലും വെച്ചോണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. ആ ജംഗ്ഷനിൽ നമുക്കൊരു ഓട്ടോ പിടിച്ചു വന്നൂടി. എടാ നടക്കാവുന്ന ദൂരമല്ലേ ഉള്ളൂ, വെറുതെ എന്തിനാ ഓട്ടോയ്ക്ക് 30 രൂപ കൊടുക്കണത്? ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരണത്. അമ്മ ഇപ്പൊ പഴയതുപോലെ പൈസ ഇല്ലാത്ത കാലമൊന്നുമല്ല. നാട്ടുകാരെന്തോന്ന് വിചാരിക്കും അമ്മ ഇങ്ങനെ വേച്ച് വെച്ച് നടക്കുമ്പോഴത്തേക്കും? ഞാൻ കയ്യിൽ പൈസ വെച്ചോണ്ട് അമ്മയെ നോക്കണമെന്നല്ലേ പറയുള്ളൂ. എടാ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, കാലുകൊണ്ട് നടക്കാനൊക്കെ പറ്റും. ഞാൻ ഇവിടെ നിന്ന കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു. ചേട്ടാ തള്ളേ, ഹരിയാട്ട അവിടെ നിന്നോണ്ടാ ഞാൻ ഒന്നും പറയാതിരുന്നത്. നിങ്ങൾ ആരും മുടിഞ്ഞു പോണേന്ന് പ്രാർത്ഥിക്കാൻ എന്നും രാവിലെ അമ്പലത്തിലേക്ക് കെട്ടിയെടുക്കണത്. അതങ്ങനെ ഇറങ്ങി നടന്നാലെല്ലാം ഹരിമോനെ നാണം കെടുത്താൻ പറ്റത്തുള്ളൂ. നീ ഒരു കാലത്ത് നാശത്തിനെ കെട്ടിയിട്ടൂടെ? അയ്യോ രാധമ്മ അങ്ങനെയൊന്നും പറയല്ലേ, മഹാപാവം കിട്ടും. എനിക്കൊരു പാവം കിട്ടാൻ പോകുന്നില്ല. തള്ള ഞാനൊരു കാര്യം പറഞ്ഞേക്കോ, നിങ്ങളുടെ വീടാന്ന് നോക്കത്തില്ല, എന്റെ വായിൽ നിന്ന് പറയിപ്പിച്ചേക്കല്ലേ കേട്ടോ. അമ്മ അത് എന്ത് വർത്താനാ പറയണത്? ഇതിങ്ങനെ ഇവരുടെ വീടാവണേ? എന്റെ ഹരിയാട്ടം വെച്ച വീടാ അത്. ഈ തല എന്ന് ചത്ത് തെക്കോട്ട് കെട്ടിയെടുക്കുന്ന അന്ന് എന്റെ ഹരിമോന് സ്വസ്ഥത കിട്ടത്തുള്ളൂ. അമ്മ ഒന്നും മിണ്ടാണ്ടിരുന്ന നാട്ടുകാരൊക്കെ കേൾക്കും. പാ അകത്തോട്ട് കയറുക. ഞാൻ അവരുടെ കുറെ നാളൊക്കെ കഴിഞ്ഞിട്ടേ കയറി വരുള്ളൂ. ആ പച്ചക്കറി വേസ്റ്റ് എവിടെ കൂടെയല്ലേ? അതാ പറമ്പിലോട്ട് കൊണ്ട് കളഞ്ഞിട്ടല്ലേ ഇവിടെ ഈച്ച കയറും. ബക്കറ്റിലോട്ട് ഇട്ടേക്കാം. എന്തിനാ 2 വേല ചെയ്യുന്നത്? അതിപ്പോഴേ കയ്യോടങ്ങ് കളഞ്ഞാ പോരെ അങ്ങ്. അമ്മുമ്മ എന്തിനാ അച്ഛമ്മനെ വഴക്ക് പറയുന്നത്? അച്ഛമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. തള്ള കൊള്ളാലോ ആള്. എന്നെ കൊച്ചുമോക്കെതിരെ കൈവശം കൊടുത്ത് വെച്ചേക്കോ ഇല്ലേ എനിക്കെതിരെ സംസാരിക്കാൻ? എന്താ ഇവിടെ പ്രശ്നം അമ്മേ? എടി മോളെ, ഈ തൊള്ള സംസാരിച്ച ഈ കൊച്ചെനിക്ക് എതിരെ സംസാരിക്കുന്നു. അമ്മമ്മക്കെതിരെ സംസാരിച്ചാ? ഇല്ല അമ്മ, ഈ അമ്മുമ്മയാണെങ്കിൽ അച്ഛമ്മേനെ എന്തൊക്കെയാ പറഞ്ഞത്, അതാണ് ഞാൻ പറഞ്ഞത്. ആഹാ, എന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നിന്റെ അച്ഛമ്മയ്ക്ക് കേൾക്കാൻ വൈകി ഇവിടുന്ന് ഇറങ്ങി പൊക്കോളണം. എവിടെ പോവാൻ? അച്ഛമ്മേടെയും കൂടെ വീടല്ലേ ഇത്? മോളെ നീ എന്റെ പേര് പറഞ്ഞ് അവളെ അടിക്കാതെ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് എന്റെ മോളാ, ഇവളെ എന്ത് കാണിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ വലിയ കാര്യം അന്വേഷിക്കണ്ട. ഒരു സാമർത്ഥ്യം കണ്ടില്ല. എന്റെ മോളെ, ഈ തള്ളയിട്ട് ഈ പച്ചക്കറി വേസ്റ്റ് പറമ്പിൽ കളയാൻ പറഞ്ഞുള്ളൂ. അതിനാ ഈ തൊള്ള ഈ കാണിച്ചു കൂട്ടിയതല്ല. അയ്യോ എന്റെ പൊന്നു രാധമ്മ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്ക്. അതെ, എന്താ പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞിട്ട് പോയാ മതി. എന്റെ മോളെ, എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇത് കൊണ്ട് പറമ്പിൽ കളഞ്ഞോളാം. ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്ക് കൂടല്ലേ? അയ്യോ, ഇവിടെ ഞങ്ങളല്ലേ വഴക്ക് കൂടുന്നത്? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്കുള്ള അതേ അധികാരം തന്നെ എന്റെ അമ്മയ്ക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ എന്റെ അമ്മ പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് മര്യാദയ്ക്ക് കേട്ടോളണം. കേൾക്കാൻ വയ്യെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയ്ക്കോ. ആരും ഇവിടെ പിടിച്ചു നിർത്തിയിട്ടൊന്നും ഇല്ലല്ലോ. എന്ത് വേണമെങ്കിലും ചെയ്തോളാം മോളെ. കൊള്ളാം. പാവം പോലെ അഭിനയിക്കുന്നു. അത് നന്നായി മോളെ നീ പറഞ്ഞത്. അല്ലേ?
പറ്റിപ്പ്. നല്ല നീ രാജേഷിനെ വിളിച്ചോ? ഞാൻ എന്തിനാ അണ്ണനെ വിളിക്കുന്നത്? പുള്ളി അവിടെ കുടിച്ച് കൂത്താടി ഇരിക്കുകയാണെങ്കിൽ വെറുതെ എന്താ വായിലിരിക്കണ തെറി വെക്കാൻ വേണ്ടിയിട്ടാ. രാവിലെ ആവട്ടെ, നാത്തൂനെ വിളിക്കാം. എന്തിന്? അവളെ വിളിക്കൊന്നും വേണ്ട. അവള് നാക്കെടുത്താ നുണയെ പറയത്തുള്ളൂ. അവളാ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ആർക്കറിയാം സത്യം എന്താന്ന്? എന്റെ പൊന്നമ്മ നാത്തു എന്ന് പറയുന്ന ആളെ അധികം സംസാരിക്കാത്ത ടൈപ്പ് പെണ്ണല്ലേ അല്ലേ? പിന്നെ എങ്ങനെയാ അമ്മേനെ മാത്രം ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഇതിൽ അമ്മ എന്തോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് സംഭവം. ഞാൻ എന്തോ പറഞ്ഞെന്നാ പറയുന്നത് നീ? അവൻ കുടിച്ചിട്ട് വന്നേ എന്നെ വെറുതെ കിടന്ന് തെറി പറയാ. അയ്യോ, എന്നോട് അധികം തർക്കിക്കാനൊന്നും നിക്കണ്ട കേട്ടാ അമ്മേ. വെറുതെ ഒരാള് കുടിച്ചിട്ട് വന്നിട്ട് അങ്ങോട്ട് തെറി പറഞ്ഞോണ്ടിരിക്കല്ലേ. നാത്തൂനൊന്നും പറയുന്നില്ലല്ലോ, എന്താ അമ്മേനെ മാത്രം പറയണ്? ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്നില്ല. ആ പോണ്ട, ഇവിടെ അങ്ങോട്ട് നിന്നോ. പിന്നെ ഇവിടെ ആ ഏട്ടന്റെ തള്ളയും കൂടെ ഉള്ളതാ. രണ്ടുപേരെയും കൂടെ ഏട്ടൻ ഇവിടെ നിർത്തുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതെ, ആ തള്ള എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കണം. ആദ്യം ഞാൻ ഏറ്റ്. എങ്ങനെ ഏറ്റു നീ പറയണത്? വായിൽ കൂലിട്ട് കുത്തിയാൽ പോലും മിണ്ടാണ്ട് നിൽക്കുന്ന തള്ളയത്. നമ്മളിനി എന്തെങ്കിലും ചെയ്താൽ തന്നെ ഒരു പരാതി ആരോടും പറയില്ല. പിന്നെ എന്തേറ്റു നമ്മ പറയണ? അതെ, ഹരിമോൻ ഈ ഇടയ്ക്ക് അവരുടെ സ്വഭാവം തീരെ പിടിക്കുന്നില്ല. ആദ്യം കയറി പിടിച്ചാൽ മതി. ആ നശൂലത്തിനെ ഹരിമോൻ തന്നെ ഇവിടുന്ന് ഓടിക്കും. അത് ഞാൻ കാണിച്ചു തരാം, നീ നോക്കിക്കോ. നീ കണ്ടോ ഇവിടെ എന്താ നടക്കാൻ പോണെന്ന്? ഞാൻ കാണിച്ചു തരാം. നടത്തി നടത്തി അവസാനം എന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാണ്ടിരുന്നാ മതി എന്റെ പൊന്നമ്മ. അമ്മ എവിടെ? അവിടെ സീതേച്ചില്ലേ, പുള്ളിക്കാരി ഡിസ്ചാർജ് ആയിട്ടുണ്ടല്ലോ, അപ്പൊ കാണാൻ വേണ്ടി പോയതാ. നീ പോയില്ലേ? ഇല്ല, ഞാൻ നാളെ പോവാന്ന് വിചാരിച്ചു. ഈ രാത്രിയിലാണോ സുഖോരെ അന്വേഷിക്കാൻ പോകുന്നത്? കൂടെ ആമികളും പോയിട്ടുണ്ട്. അതമ്മ പണ്ട് ഞാൻ ആ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൻ്റെയൊക്കെ ഇത് വെച്ച് പോയതായിരിക്കും അമ്മ. അതുപോലാണോ ഇപ്പോഴേ? നീ ഒരു ബാങ്ക് മാനേജർ അല്ലേ മോനെ? ആ നല്ല വിലയൊക്കെ ഇപ്പൊ ഓർക്കണ്ടേ? ആരോട് പറയാനാ അമ്മ? ഒരു നിമിഷം ഈ വീട്ടിലിരിക്കില്ല. ഏത് നേരം അയൽപ്പക്കത്തെ വീടുകളിൽ കേറി അരങ്ങി നടക്കണ പണി. കൂട്ടിനാ പെണ്ണു. അമ്മ അതങ്ങനെയല്ല, അവരൊക്കെ പണ്ടേ സഹകരിച്ചൊക്കെ ജീവിച്ചവരല്ലേ. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സ്നേഹബന്ധമാണ്. ആയിക്കോട്ടെ, പോകുന്നിടത്തൊക്കെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ആരടുത്ത് എന്ത് പറഞ്ഞു? ഏട്ടനൊന്ന് ട്രാൻസ്ഫർ കിട്ടിയപ്പോ നമ്മൾ ഒഴിവാക്കിയത് എന്തും പറഞ്ഞ അമ്മയ്ക്ക് അസുഖം പറഞ്ഞിട്ടല്ലേ. അതുണ്ട് ആ താഴത്തെ വീട്ടിലെ റംലത്തനോട് പോയി പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് റംലത്ത് എന്നോട് ചോദിച്ചു, നാണക്കേട്. അതിപ്പോ അമ്മ പറയാതെ റംലത്ത് അറിയോ അല്ലേ? ആ ദേ വരുന്നേ. ഡേ, നീ ഇത്ര നേരം അവിടെ പോയിരിക്കായിരുന്നു. നിനക്ക് നേരത്തിനും കാലത്തിനും വീട്ടിൽ കയറി വരണമെന്ന് അറിയില്ലേ? അവിടെ ചെന്നപ്പോഴത്തേക്ക് അച്ഛമ്മയ്ക്ക് ശ്വാസം മുട്ടി. പിന്നെ ചേച്ചി ചൂടുവെള്ളമൊക്കെ കൊടുത്ത് ആവിയൊക്കെ പിടിച്ചു. അമ്മ ഇത് എന്ത് ഭാവിച്ചാണ് ഇങ്ങനെ ഓരോരുത്തരും കയറി ഇറങ്ങി നടക്കണത്? ഇപ്പൊ വയ്യാതായപ്പോ ആരെങ്കിലും ഇവിടെ നിന്ന് വിളിച്ചോ? എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതെ, നാട്ടുകാർ മോനെ കുറ്റം പറയത്തുള്ളൂ. മോനൊന്നും കൊടുക്കാത്തേ കൊണ്ടാ ഇങ്ങനെ കയറിയോ നടക്കുന്നേന്ന്. അങ്ങനെയൊന്നും പറയില്ലേ രാധമേ. ആ പടി കയറി ചെന്നപ്പോഴത്തേക്ക് ശ്വാസം മുട്ടിയതാ. ചെറിയ ചൂടുവെള്ളം കുടിച്ചപ്പോ അതങ്ങ് മാറി. എന്ത് പറഞ്ഞാലും ഓരോ ന്യായങ്ങളാ. ചേട്ടാ, ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലോ ഇപ്പൊ കുറ്റമായത്. നീ എന്തിനാ അച്ഛമ്മയുടെ കൂടെ ഇങ്ങനെ അയൽപ്പക്കത്ത് കയറി ഇറങ്ങി നുണയും പറഞ്ഞു നടക്കണ്? നുണയോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഞാനും അച്ഛമ്മയും സീതാമ്മയുടെ വീട്ടിൽ നിന്ന് കഴിച്ചു. നാണക്കേട്. ഇവിടെ ഒന്നും തിന്നാനും കുടിക്കാനും ഇല്ലാണ്ടാണോ നീ അവിടെ പോയി കഴിച്ചത്? അമ്മ, ഞാൻ അമ്മയുടെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയണത് കേട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അമ്മ നില്ല്, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ വഴി, എനിക്ക് എന്റെ വഴി. ഞാൻ ഇവിടെ ഓഫീസിൽ നിന്ന് കുറെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് എങ്ങോട്ട് വരണത്. എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ. ഇട മക്കളെ, ഇവിടെ ഇങ്ങനെ ഇരുന്ന അസുഖം കൂടത്തേ ഉള്ളൂ. ഇറങ്ങി നടന്ന കാലും കയ്യോ ഒന്ന് നെവരും മക്കളെ. എങ്കിൽ അത് നടന്നോ? പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ പോയി പുറത്തു പറയണേ എന്തിനാ? ഇവിടുത്തെ കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞെന്നോ? ആര് പറഞ്ഞ്? ഞാനൊന്നും ഒരിടത്തും ചെന്നാ ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞില്ലേ അമ്മ? പിന്നെ എന്റെ ട്രാൻസ്ഫർ മാറ്റി വെക്കാൻ വേണ്ടി അമ്മയുടെ അസുഖം പറഞ്ഞെന്ന് റംല പറഞ്ഞതാ. റംല എന്തോന്ന് പറഞ്ഞ്? ആ
റെംലെ ട്രാൻസ്ഫറും തടയാൻ ഒരു മാർഗം ഉണ്ടെന്നാ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞതെന്നല്ല പറഞ്ഞത്. കണ്ടോ, അതും ആ കൊച്ചിന്റെ മണ്ടയിൽ കൊണ്ടാക്കി ഈ തോള. അമ്മേ, അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറയണത് കേട്ട് ഇവിടെ കഴിയാൻ പറ്റുമെങ്കിൽ അമ്മ നില്ല്, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ വഴി, എനിക്ക് എന്റെ വഴി. അല്ല ഏട്ടാ, ഭക്ഷണം കഴിച്ചിട്ട് പോ. ദൈവമേ, വിശന്ന് പൊരിഞ്ഞാ കേറി വന്നത്, എന്നിട്ടിപ്പതേ ഒന്നും കഴിക്കാണ്ട് പോയി. അല്ലേ ഈ അമ്മ കാരണം. അതങ്ങനെ കൊണ്ടടുത്ത് പോയി എല്ലാം വലിച്ചു കയറ്റി വന്നതല്ലേ? കഷ്ടം, പാവം മോനെ ഒന്നും കഴിച്ചില്ല. എടാ, ഞാൻ പെട്ടെന്നൊരു തീരുമാനം പറയുന്നില്ല. ഞങ്ങൾക്ക് വരണമെന്നാണ്. ഞാൻ നിന്നെ വിളിച്ചോളാം. ശരി. എന്ത് പരിപാടി ആസൂത്രണം ചെയ്യണ പോലെ ഉണ്ടല്ലോ. നമ്മള് അസിസ്റ്റന്റ് മാനേജർ സുദീപ് ഇല്ലേ, ആ, അവനാ വിളിച്ചത്. ഉം. വീക്കെൻഡ് തിരുപ്പതി പോയാലെന്നാ പറഞ്ഞു. ആ, വേറെ പ്രശ്നമൊന്നുമില്ല, പോയാലോ? പിന്നെന്താ പോവാലോ. ഞാനാണെ കൊറേ നാളായിട്ട് വിചാരിച്ചോണ്ടിരുന്ന കാര്യ. മോൾക്കാണെങ്കിൽ വെക്കേഷൻ അല്ലേ, നമുക്ക് പോവാട്ടാ. പോവാ. എന്താ മോളെ? അതെ, അടുത്ത ആഴ്ച തിരുപ്പതിക്ക് പോയാലോ എന്നൊരു പ്ലാൻ. വളരെ നല്ല കാര്യം. അമ്മയും കൂടെ വരട്ടെ മോളെ? ആ, അതെന്തോന്ന് ചോദ്യം അമ്മ, അമ്മയും കൂടെ വന്നോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏട്ടന്റെ അമ്മ വരാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആകെ കൊളാവും. കാരണം പുള്ളിക്കാരിക്കാണെങ്കിൽ ശ്വാസം മുട്ടലും ഉണ്ട്, ബാക്ക് പെയിനും ഉണ്ട്. ട്രെയിനിൽ ഇത്രയും ദൂരം ഇരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഞാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചതാ. പിന്നെ നിന്റെ അമ്മ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ആക്കിയിട്ട് പോവായിരുന്നു. ഇതിപ്പം അയ്യോ എന്റെ പൊന്നു കരിമോനെ, എനിക്ക് എന്നെ തന്നെ നോക്കാൻ വയ്യ. അവരെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയാലേ എവിടെയെങ്കിലും ഉരുണ്ട് വീണാലേ എന്റെ തലയിലാകും. ഉടങ്ങിയിരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, എങ്കിൽ പിന്നെ അമ്മാവന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോവാം. അയ്യോ, അമ്മാവന്റെ വീട്ടിലൊന്നും ഏൽപ്പിച്ചിട്ട് പോകണ്ട. അവിടെ പോയി ഇരുന്നിട്ട് വേണം ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മാവൻ പറയാൻ. ഓ, അമ്മേനെ അവിടെ ഉപേക്ഷിച്ച് തള്ളിയിട്ട് പോയിരുന്നു. എന്നാ പിന്നെ പോവാതിരിക്കാം. അല്ല പിന്നെ ഇപ്പൊ എന്തോ നീ? അയ്യോ, എലിയെ പിടിച്ച് ഇല്ലം ചൂടാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയാം, സിറ്റിയിൽ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, തൽക്കാലം അവിടോട്ടാക്കിയാലോ? നമ്മൾ ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോ തിരിച്ചു കൂട്ടാലോ, അവര് പൊന്നുപോലെ നോക്കിക്കോളും. അതൊക്കെ ശരിയാവോ? എന്താ ശരിയാകാത്തത്? എത്രയോ പേര് ചെയ്യുന്നു. ചിലര് കണ്ടിട്ടില്ലേ, വീട്ടിനകത്ത് വളർത്തുന്ന പട്ടിയും പൂച്ചയൊക്കെ കൊണ്ട് പെറ്റ് ഷോപ്പിൽ കൊണ്ടാക്കിയിട്ട് യാത്രയ്ക്ക് പോകും, തിരിച്ചു വരുമ്പോ കൂട്ടിക്കൊണ്ടുവരും. ആരും ഒട്ട് അറിയത്തുമില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. താമേ, അമ്മയുടെ ബുദ്ധി അപാരം തന്നെ. നിന്റെ അമ്മായിയമ്മയെ തൽക്കാലം ഓൾഡ് ഏജ് ഹോമിൽ നിർത്തണോ ജീവിതകാലം മൊത്തം നിർത്തണോന്നേ നീ ഒന്ന് ആലോചിക്കും. നിന്റെ ബുദ്ധി പോലെ ഇരിക്കും. അച്ഛൻ ഉറങ്ങിയില്ലേ? ഇല്ല മോളെ. അച്ഛൻ പറഞ്ഞപ്പോ അച്ഛമ്മയ്ക്ക് വിഷമായോ? അച്ഛമ്മ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇല്ല മോളെ, അന്നേരം ശ്വാസം മുട്ടി വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ? അങ്ങനെയൊന്നും ആകാതെ തന്നെ അച്ഛൻ എപ്പോഴും കിടന്ന് എടുത്ത് ചാടും, അതും അമ്മൂമ്മയുടെയും അമ്മയുടെയും വാക്ക് കേട്ടിട്ട്. എനിക്കിഷ്ടമല്ല അച്ഛൻ. അങ്ങനൊന്നും പറയല്ലേ മോളെ. മോളെ അച്ഛൻ പാവമല്ലേ, അന്നേരത്തെ ഒരു ദേഷ്യം കൊണ്ട് അവൻ പറഞ്ഞതല്ലേ മക്കളെ. അച്ഛമ്മ എന്താ ഒരു മോനെയും കൂടെ പ്രസവിക്കാത്തത്? മോളെന്തൊന്നും അങ്ങനെ ചോദിച്ചത്? അഥവാ അച്ഛൻ അച്ഛമ്മേനെ പുറത്താക്കിയ അച്ഛമ്മക്ക് ധൈര്യമായിട്ട് ആ വീട്ടിൽ പോയി നിൽക്കാമല്ലോ. അപ്പൊ എന്നാ വാങ്ങി പുറത്താക്കൂ? അതറിയില്ല അച്ഛമ്മ.
2-3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിളിപ്പിച്ചത്. ജോലിഭാരം കൊണ്ട് ഞാൻ എന്തുമാത്രം ടെൻഷൻ അനുഭവിക്കണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതിൻ്റെ ഇടയില ഈ വീട്ടിലെ പ്രശ്നം കൂടെ. ജോലിഭാരം ജോലി ചെയ്ത് തീർക്കാമെന്നെങ്കിലും പറയാം. പക്ഷേ ഈ വീട്ടിലെ പ്രശ്നം അത് കറക്റ്റ് സമയത്ത് പരിഹരിച്ചാലേ എനിക്ക് എൻ്റെ കുടുംബം കൈവിട്ടു പോകാതെ നോക്കാൻ പറ്റും. മോനെ, ഞാൻ എന്ത് ചെയ്യാനാടാ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം. എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം തന്നാ മതി. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മ. അമ്മയാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് ഇവിടെ കാരണം. ദേ, ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ. അതിൻ്റെ ഇടയിൽ ഒരു സെന്റിമെന്റ്സിനും സാധനമില്ല. എനിക്ക് എൻ്റെ മനസമാധാനമാണ് മുഖ്യം. മോനെ, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ലേടാ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം തന്നാ മതി. എനിക്ക് ആരിരിക്കണടാ? എടാ മക്കളെ, എനിക്ക് ആരുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാഞ്ചനെ? ഹരിമോൻ അത്രയും ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിനോട് സഹകരിക്കുക, അതേ നിവർത്തിയേ ഉള്ളൂ. അതെ, അതാ അതിൻ്റെ ശരി. ഞാൻ എടുക്കുന്ന തീരുമാനത്തോട് സഹകരിക്കുക. മോളെ, ആ ബാഗ് എടുത്തോണ്ടോന്നെ. അല്ലേട്ടാ, അമ്മ ഇനിയിപ്പോ എവിടെ പോവാനാ? അല്ല, നിന്റെ അമ്മയല്ലേ പറഞ്ഞത് സിറ്റിയിൽ നല്ലൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ടെന്ന്. അങ്ങോട്ടേക്കാക്കാം. ആ അത് നല്ലതാ അമ്മേ. അയ്യോ മോളെ, ഇത് അമ്മൂമ്മയുടെ ബാഗാ. അച്ഛമ്മയുടെ ബാഗ് എടുത്തോണ്ട് വാ. ചെല്ലേ. ബാഗൊന്നും മാറിയിട്ടില്ല രേഷ്മയുടെ അമ്മ. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടത് നിങ്ങളാ. അതെങ്ങനെ ശരിയാവുക ഏട്ടാ? ഏട്ടൻ്റെ അമ്മയല്ലേ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ അമ്മ എന്തിനാ പുറത്തു പോകുന്നത്? എൻ്റെ അമ്മ എന്ത് ചെയ്തെന്നാടി നീ പറയണത്? നിന്നെ എല്ലാ ജോലികളിലും അമ്മ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. നിനക്ക് ഇന്ന് വരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അമ്മ കാരണം ഉണ്ടായിട്ടുണ്ടോ? നീ നിന്റെ അമ്മ ഇവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി എൻ്റെ അമ്മയിലെ ഓരോ കുറ്റവും കുറവും കണ്ടെത്തി എൻ്റെ കാതിലോട്ട് ഓതി തന്നു. നീ എന്ത് വിചാരിച്ചു? ഞാൻ 2 വഴക്ക് എൻ്റെ അമ്മയെ പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ അമ്മയെ ഞാൻ മടുക്കുമെന്ന് വിചാരിച്ചാ? അതോ എന്നെന്നും ആയിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് വിചാരിച്ചാ? നിങ്ങൾ അമ്മയും മകൻ തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ എന്ത് ചെയ്ത്? അയ്യോ, ഒന്നും ചെയ്യാതെ തന്നെ ഈ അവസ്ഥ. അപ്പൊ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഓൾഡ് ഏജ് ഹോമിന്റെ നമ്പർ എടുത്ത് വെച്ചേരാ. അളിയൻ മിക്കവാറും നിന്റെ അമ്മ അങ്ങോട്ട് കൊണ്ടാക്കും. അമ്മാതിരി ചെയ്താ വീട്ടിൽ ചെയ്തിട്ട് വന്നിരിക്കണം. ഏട്ടൻ എന്തി പറയണ? അപ്പൊ എൻ്റെ അമ്മ എവിടെ പോകുന്ന? എടി, നിന്റെ അമ്മയ്ക്കൊരു വീടില്ലേ? മോനും ഉണ്ടല്ലോ. അവിടെ ചെന്ന് രാമനാമം ജപിച്ച് അങ്ങനെ കഴിയാൻ പറയണം, മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമാവാതെ. നിന്റെ അമ്മയ്ക്ക് ഈ വീട്ടിലോട്ട് വരാം ഒരു വിരുന്നുകാരിയായിട്ട്, അല്ലാതെ വീട്ടുകാരിയായിട്ട് ആവല്ലേ. മോനെ, മതി, നിർത്ത്. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പെരുമാറുകയൊന്നും ചെയ്യാതെ. അമ്മ, ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിലേ എനിക്ക് എന്റെ കുടുംബം കൈവിട്ടു പോകും. ഏട്ടാ, എന്താ നിനക്കും പറഞ്ഞോ? പറഞ്ഞോങ്കിൽ കയറിക്കോ, കാറിൽ സീറ്റുണ്ട്. പിന്നെ ആരൊക്കെ ഇവിടെ നിന്ന് പോയിരുന്നാലും ഞാൻ മാത്രമേ തിരിച്ചിങ്ങോട്ട് വരത്തുള്ളൂ. അത് ഓർമ്മ വേണം. എടി, നിനക്കും ഒരു പെൺകുഞ്ഞ് വളർന്നു വരെയില്ലേ? അവൾ ഇതൊക്കെ കണ്ടല്ലേ വളർന്നത്. നാളെ നിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. മതി, ഇന്ന് ഇറങ്ങയല്ലേ? ഏട്ടാ, സോറി ഏട്ടാ. ഇങ്ങനെ ആവർത്തിക്കില്ല. പറ്റില്ല രേഷ്മ, കൊണ്ടുപോവല്ലേട്ടാ പ്ലീസ്. ഞാനിപ്പം നിങ്ങളുടെ വാക്ക് കേട്ട് വിശ്വസിച്ചേ ക്ഷമിക്കാൻ നിന്നാലേ നിങ്ങൾ പതുക്കെ വീണ്ടും ഇരുന്ന് പണി തുടങ്ങും. പിന്നെ ഈ കുടുംബജീവിതത്തിനൊരു കുഴപ്പമുണ്ട്. വെള്ളം കോരി ഒഴിക്കും തോറുവേ ഇതിങ്ങനെ നീറി നീറി കിടക്കും. മോളെ ബാഗ് കൊണ്ട് കാറിലോട്ട് വെച്ചേ. വരുന്നില്ലേ?